ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് പഠിക്കാനല്ല, ആക്ച്വലി ഇംഗ്ലീഷ് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എങ്ങനെ ഇംഗ്ലീഷ് നമുക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ എങ്ങനെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ ഇത്ര സ്പീഡിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഐ ഗെറ്റ് ഇൻ മൈ ഡെയിലി ലൈഫ്. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മലയാളം സംസാരിക്കുമ്പോൾ ഇത്ര സ്റ്റാൻഡേർഡ് ഇല്ല, ബട്ട് വാട്ട് യു ഹാവ് വെൻ യു ഹാവ് ദിസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുമ്പോൾ എങ്ങനെ ഇത്ര സ്റ്റാൻഡേർഡ് കിട്ടുന്നുണ്ട് പലരും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അപ്പോൾ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഹാക്ക്, അതായത് ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്ത 5-6 ഹാക്കാണ്. ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള 5-6 ഹാക്കാണ്. ആക്ച്വലി നിങ്ങൾ പണ്ട് തൊട്ട് കൊച്ചിയിലോട്ട് നിങ്ങൾക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് സ്പീക്ക് ടു യുവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും? ആൾക്കാരൊന്ന് വട്ടമെന്ന് പറയത്തില്ല. ഓക്കെ, നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത്, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് റൂമെല്ലാം ലോക്ക് ചെയ്തിട്ട് യു ഹാവ് ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് ടുവേർഡ്സ് യുവർ സെൽഫ്. നിങ്ങൾ സ്വന്തമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. ഓക്കെ, അതിപ്പോൾ നമ്മൾ കൂടെ പഠിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇസ് മോർ ദാൻ, അതായത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും നോ അവർ ഓൺ വേവ്, നമ്മുടെ വേവിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് സ്പീക്ക് വിത്ത് ദം. അതായത് നമ്മളെ ജഡ്ജ് ചെയ്യാത്ത, നമ്മളെ അറിയാവുന്ന ആരെങ്കിലും അവർ, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാം. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുക എന്ന് വെച്ചാൽ എന്താണ്? മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുക എന്നുള്ളതല്ല. ദാറ്റ് ഈസ് ദ വൺ ഓഫ് ദി ഫസ്റ്റ് തിങ് യു ക്യാൻ ഡു ടു ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷിന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇംഗ്ലീഷ് ലാംഗ്വേജിലുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പഠിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. ഓക്കെ, അതിന് ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ആദ്യം ഞാൻ തർജ്ജമ ചെയ്ത് പഠിക്കാം, ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കാം, എന്നിട്ട് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം. ആക്ച്വലി അങ്ങനെയല്ല വേണ്ടത്. ഓക്കെ, ഇംഗ്ലീഷിൽ വളരെ നല്ല പരിജ്ഞാനമുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് ഓഫ് ഓൾ കയറി നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോയാൽ ഇറ്റ് വിൽ ബി അട്ടർ ഫെയിലിയർ. ഓക്കെ, സോ ഫസ്റ്റ് തിങ്സ് ഫസ്റ്റ്, യു ഹാവ് ടു സ്പീക്ക് ടു യുവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ് ഓർ ടു യുവർ ഫ്രണ്ട് ഇൻ ഇംഗ്ലീഷ്. എന്നാൽ മാത്രമേ നിങ്ങളുടെ ലെവൽ ഓഫ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കില്ല് നിങ്ങൾ പഠിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഗ്രാമർ പോർഷൻ ഒരു കോൺഫിഡൻസ് ഓട്ടോമാറ്റിക്കലി വരും. ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ്, യു വിൽ ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ദി കോൺഫിഡൻസ് ടു സ്പീക്ക് ഇൻ റൈറ്റ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, നിങ്ങൾ സ്വന്തമായിട്ട് സംസാരിക്കുക, അത് ഇംഗ്ലീഷിൽ സംസാരിക്കുക. യു ഹാവ് ടു റെക്കോർഡ് ഇറ്റ്, യു ഹാവ് ടു ഹിയർ ഇറ്റ് വൺസ് ഓർ ട്വൈസ് ഓർ ത്രൈസ്. എന്നാലും നിങ്ങളുടെ ആ ഒരു ലെവൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് തിങ്. രണ്ടാമത്തെ കാര്യം, വായിക്കുക. എൻ്റെ ഏറ്റവും കൂടുതൽ എൻ്റെ സ്ട്രെങ്ത് എന്ന് ഞാൻ പറയുന്നത് വായനയാണ്. അതായത് ഞാൻ ഇംഗ്ലീഷ് ബുക്സാണ് കൂടുതൽ വായിക്കുന്നത്. ഞാനൊരു സ്പീഡ് റീഡറാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷ് വായിക്കുന്നതാണ് സ്പീഡിൽ വായിക്കാൻ പറ്റുന്നത്. ഐ ആം വെരി കൺസർവ്ഡ് വിത്ത് ടൈം. ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ടൈം സ്പെൻഡ് ചെയ്യുന്നത് വളരെയധികം ജുഡീഷ്യസ് ആയിട്ടാണ്. അതായത് ഇതാവശ്യമുണ്ടോ, ഇതാവശ്യമില്ലേ എന്ന് നോക്കി വേണം. എന്നാലും ഞാൻ ടൈം വേസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, തിങ്കിങ് അബൌട്ട് അൺവാണ്ടഡ് തിങ്സ്. ഓക്കെ, അതെല്ലാവരും ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. സ്റ്റിൽ ഞാൻ പറയാം, സ്പീഡ് റീഡിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. കാരണം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നമ്മൾ ഇറ്റ്സ് വെരി ഈസി ടു റീഡ് മീൻസ് മലയാളത്തിൽ എനിക്ക് 2-3 പേജ് വായിക്കുന്നതിൻ്റെ പാതി സമയം മതി ഇംഗ്ലീഷിൽ ഒരു 10-20 പേജ് വായിക്കാൻ. ഒറ്റ സ്ട്രെച്ച് ചെയ്യുന്നതാണ് 10-20 പേജ് വായിക്കുന്നത്. ലൈക്ക് 10 minutes 20 pages ആ രീതിയിലാണ് സ്പീഡ് റീഡിങ്. അത് പയ്യെ വരത്തുള്ളൂ, ബട്ട് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പവർ. ഓക്കെ, ഇന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഇസ് വൺ ഓഫ് ദി എഡ്ജ്. നമ്മൾ പറയില്ല, ഇന്നത്തെ കാലത്ത് ട്രസ്റ്റ്, ലോയൽറ്റി, ഓണസ്റ്റി എന്നൊക്കെ പറയുന്നത് ഇസ് പ്രൈസ്ലെസ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കില്ലും പ്രൈസ്ലെസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വൺസ് യു അറ്റൈൻ ദാറ്റ്, അങ്ങനെ അറിയാവുന്നവർ വളരെ കുറവാണ്. ഓക്കെ, ഇഫ് യു ഇൻവെസ്റ്റ് സംതിങ് ഇൻ ഇംഗ്ലീഷ്, അതിൻ്റെ ഇരട്ടിയുടെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ വി ഓട്ടോമാറ്റിക്കലി ഗെറ്റ് ദറ്റ് കോൺഫിഡൻസ്. ഓക്കെ, അപ്പോൾ എന്താണ് റീഡിങ്. അപ്പോൾ റീഡിങ്ങിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, യു ഹാവ് ടു റീഡ് ഇൻ സെൻസ് യു ഹാവ് ടു റീഡ് ഇറ്റ്. ലൈക്ക് നിങ്ങൾ ബാലരം വായിക്കില്ല, അതുപോലെ നിങ്ങൾക്ക് ചിൽഡ്രൻസ് ഡൈജസ്റ്റ് ഉണ്ട്, ട്വിങ്കിളുണ്ട്, അങ്ങനത്തെ ഒരുപാട് ഇംഗ്ലീഷ് മാഗസീൻസ് ഉണ്ട്. യു ക്യാൻ റീഡ് ഫ്രം ഇറ്റ്. ആദ്യമൊക്കെ വായിക്കുമ്പോൾ യു വിൽ ഫീൽ ലൈക്ക് ഇതെന്താ പറയുന്നതെന്ന് വരെ മനസ്സിലാവില്ല. ബട്ട് ജനുവൻലി നിങ്ങൾ പയ്യെ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ച് സെറ്റാവും. അപ്പോൾ ഒരു 2 ആഴ്ച കൊണ്ട് നിങ്ങളത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ലെവൽ ഓഫ് ഗ്രാമർ മനസ്സിലാവും, ഒരു ലെവൽ ഓഫ് സ്റ്റൈൽ മനസ്സിലാവും. അത് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്വിച്ച് ടു ന്യൂസ് പേപ്പർ.
ന്യൂസ് പേപ്പറിൽ ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ ആണ്. ടൈംസ് ഓഫ് ഇന്ത്യ വായിക്കുമ്പോൾ ഡോണ്ട് ഫോൾ ഫോർ ദി സെലിബ്രിറ്റി ഗോസിപ്സ് ആൻഡ് സെലിബ്രിറ്റി തിങ്സ്. ജസ്റ്റ് ഫോക്കസ് ഓൺ ദി ന്യൂസ്, ആവശ്യമുള്ള ന്യൂസ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞല്ലോ, ന്യൂസ് വായിക്കുമ്പോൾ ഫസ്റ്റ് വായിക്കേണ്ടത് നിങ്ങളുടെ നാഷണൽ ലെവൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ന്യൂസസ് മാത്രം വായിക്കുക. പൊളിറ്റിക്സ് വായിക്കേണ്ട, ആവശ്യമില്ലാത്തൊന്നും വായിക്കില്ല. ജസ്റ്റ് നിങ്ങൾ വായിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ന്യൂസ് സ്റ്റാർട്ട് ചെയ്യുക. റീഡ് ഇറ്റ് 1 2 3 4 ടൈംസ് ഒക്കെ വായിക്കുക. വായിച്ചിട്ട് അതിന് എന്താ സംഭവം കിട്ടുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ആലോചിക്കുക. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ റീഡിങ്ങിലേക്ക് വരുന്നത്. സോ ഫസ്റ്റ് യു റീഡ് ബൈ ചിൽഡ്രൻസ് ബുക്സ് വായിക്കുന്നു. അതിനുശേഷം വി ആർ ഗോയിങ് ടു ന്യൂസ് പേപ്പർ. ഓക്കെ, ദിസ് ഇസ് വാട്ട് ഈസ് ഹാപ്പനിങ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട മൂന്നാമത്തെ വെരി ഇമ്പോർട്ടൻറ്റ് ഈസ് ഡയറി റൈറ്റിംഗ് അല്ലെങ്കിൽ ജേർണൽ റൈറ്റിംഗ്. നിങ്ങൾ ഡെയിലി കാണുന്ന ഏതെങ്കിലും ഒരു സംഭവം എനിക്ക് ഭയങ്കര മെസ്മറൈസിങ് ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ലൈഫ്, ആ ഒരു ഡേ ഫുൾ ഹാപ്പി ആക്കിയ ഒരു സാധനമായി നിങ്ങൾ കണ്ടിട്ടുള്ളത്. സോ ആ ഒരു സാധനത്തെ പറ്റി നിങ്ങൾ എഴുതുക in English. Okay, so these are the 3 things which you can do on daily basis to improve your English. So ഞാൻ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് വെരി ഫ്ലുവൻലി ആൻഡ് ഓൾ. ഇംഗ്ലീഷ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഇംഗ്ലീഷിലൊരു ടച്ച് കിട്ടിക്കഴിഞ്ഞാൽ യു ബിക്കം മോർ കോൺഫിഡൻറ്റ്. ഇംഗ്ലീഷ് നമ്മൾ പഠിക്കുന്നത് ലൈക്ക് മാത്സ് പോലെയാണ്. ഡെയിലി നമ്മുടെ മൈൻഡിനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ അറ്റ് വൺ സ്റ്റേജ് യു ഡോണ്ട് നീഡ് ടു റീഡ് ബുക്സ്, ലൈക്ക് യു വിൽ ബിക്കം മോർ ഫ്ലുവൻറ്റ്. പക്ഷേ ആക്ച്വലി നിങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇംഗ്ലീഷ് ബുക്ക് വായിച്ചിരിക്കും. ഇംഗ്ലീഷ് നോളജ് നിങ്ങൾ ഗെയിൻ ചെയ്യും. ഒരുപാട് ലാംഗ്വേജസിലുള്ള ബുക്സ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേഷൻ വരുമ്പോൾ നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. ഓക്കെ, ആൻഡ് ലിറ്ററേച്ചർ ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് വിച്ച് യു ക്യാൻ ഇൻക്ലൂഡ് ഇൻ യുവർ ഡെയിലി ലൈഫ്. ഞാനും വായിക്കാറുണ്ട്. സോ ഐ യൂസ് ബുക്സ് ആപ്പ് ഇൻ ഐപാഡ്. പണ്ട് ഞാൻ മറ്റേ ലൈബ്രറി പോയി ബുക്ക് എടുക്കുന്ന ശീലമാണ്. ഇപ്പോൾ കൊറോണ കാരണം ലൈബ്രറി എല്ലാം പൂട്ടിയതിനു ശേഷം ഞാൻ നേരെ ഐപാഡിലേക്ക് ചെയ്തു. സോ ബുക്സ് ആപ്പ് എന്നൊരു ആപ്പുണ്ട്. സോ അതിൽ ഇഷ്ടംപോലെ ബുക്സ് നമുക്ക് വാങ്ങിക്കാം. ബട്ട് ആക്ച്വലി ഐ യൂസ് ടു get the PDF of the books which I love to read from Telegram and I read it. Okay, അത് നിങ്ങൾക്ക് ഞാൻ പറയുന്നില്ല. ബട്ട് ഒരുപാട് ബുക്സ് വാങ്ങിക്കാനുള്ള ആ ഒരു സാമ്പത്തികം നമുക്ക് വരും. ഒരു ബുക്കിന് ലൈക്ക് 400-500 rupees ഒക്കെ ആവും, ചിലത് 1000 വരെ പോകാറുണ്ട്. പിന്നെ ഇപ്പോൾ ഇറങ്ങിയ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നല്ലൊരു ബുക്ക് എന്ന് പറയുന്നത് തിങ്ക് ലൈക്ക് എ മങ്ക് ബൈ ജെ ഷെട്ടി. തിങ്ക് ലൈക്ക് എ മങ്ക് എന്ന് പറഞ്ഞ ബുക്ക് അടിപൊളി ബുക്കാണ്. ബിക്കോസ് യു വിൽ ലിറ്ററലി ലീവ് ലൈക്ക് എ മങ്ക്. എങ്ങനെ നിങ്ങൾക്ക് ആ ഒരു മെൻറ്റാലിറ്റി എത്താം, എങ്ങനെ ആ ഒരു ഹെർമിറ്റ് മെൻറ്റാലിറ്റിയിലെത്താം, എങ്ങനെ പേഷ്യൻസ് കൊണ്ടുവരാം, എങ്ങനെ പെർസീവറൻസ് കൊണ്ടുവരാം, എങ്ങനെ ഒരാളെ നമ്മൾ ട്രസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ നമ്മളെങ്ങനെ കൊടുക്കാം, അങ്ങനത്തെ കുഞ്ഞു ടിപ്സൊക്കെ അതിൽ പറയുന്നുണ്ട്. സോ ഇന്ന് ഞാൻ വായിച്ച ഒരു ഭാഗങ്ങൾ വായിച്ചിട്ട് നമുക്ക് ഈ സെഷൻ അവസാനിക്കാം. സോ ടു ഫോർഗീവ്. ഓക്കെ, നമ്മൾ ഒരാളെ ഫോർഗീവ് ചെയ്യുക എന്നുള്ളത് ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് ട്രൂലി ഹംബിൾ തിങ് വി ക്യാൻ ഡു. ശരിക്കും പറഞ്ഞാൽ ഒരാളെ നമ്മൾ ഫോർഗീവ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിവൈൻ ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഒരാൾ നമ്മളോട് ചെയ്ത തെറ്റായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം നമ്മൾ അയാളുടെ ഷൂവിൽ നിൽക്കുക. അതായത് വി ഹാവ് ടു സ്റ്റാൻഡ് ഓൺ ദെയർ ഷൂസ് ആൻഡ് തിങ്ക് ഫ്രം ദെയർ പെർസ്പെക്റ്റീവ്. അവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മൾ ചിന്തിച്ച് നോക്കുക, വൈ ഡിഡ് ദേ ഡു ദാറ്റ്. ആൻഡ് നമ്മുടെ സ്ഥാനത്ത് നമ്മൾ ചിന്തിച്ച് നോക്കുക, വൈ ഡിഡ് വി ഡു ദാറ്റ്. നമ്മൾ എന്തുകൊണ്ട് ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്തു. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് കുറേ ആൻസേഴ്സ് കിട്ടും. ആൻഡ് ദേഷ്യമോ അല്ലെങ്കിൽ വെഞ്ചൻസോ വെച്ചുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ എനിക്കത് കുറേയൊക്കെ മാറി. ഓക്കെ, കാരണം ദിസ് തിങ് ഹാസ് ഇംപ്രൂവ്ഡ് മീ. ഞാനത് വായിച്ചപ്പോൾ ഐ ഫീൽ സോ ഹാപ്പി. ആക്ച്വലി ഐ വാസ് വെരി ഡൗൺ ഫോർ ലൈക്ക് 2 weeks, ബട്ട് നൗ ഐ ആം കമ്മിങ് ഔട്ട്. ഓക്കെ, സോ ഈ ഒരു ഫോർഗീവ്നെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിവൈൻ. അതായത് നമ്മൾ ഒരാളെ ഫോർഗീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് 2 ഉപയോഗമാണ്. ഒന്ന്, നമുക്ക് മെൻ്റൽ പീസ് വരും. 2, മറ്റുള്ളവർക്ക് മെൻ്റൽ പീസ് വരും. സോ മെൻ്റൽ പീസ്, അതായത് നമ്മൾ ജീവിക്കുന്നത് തന്നെ ഇസ് ഫോർ വാട്ട്? ഹാപ്പിനെസ്, മെൻ്റൽ പീസ് അല്ലേ? സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? നല്ല നാട്ടിൽ നിന്ന് പറയാൻ ഇല്ല. സോ അത്രയും ഡിവൈനായിട്ടുള്ള കാര്യമാണ് ഫോർഗീവ്. സോ ആരെങ്കിലും നിങ്ങളുടെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോർഗീവ് ദം. വൈ വി ഹാവ് ദിസ് ഗ്രഡ്ജ് ഓവർ ദം. അത് അങ്ങനെ ഒരു ഗ്രഡ്ജ് ഉണ്ടാവണമെങ്കിൽ, അങ്ങനെ ഒരു ദേഷ്യം ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ മെൻ്റൽ പീസിനാണ് പ്രോബ്ലം ഉണ്ടാക്കുന്നത്, മോർ ദാൻ ദം. കാരണം അവർക്ക് അറിയാത്ത പോലുമില്ല ദാറ്റ് ദേ ഹാവ് ദാൻ. അവർ ഒരിക്കലും അപ്പോളജൈസ് പോലും ചെയ്യാത്ത ആൾക്കാരായിരിക്കും നമ്മളോട് ചെയ്ത മിസ്റ്റേക്സ്. So don't ever have that grudge over them. Just forget, just forgive, live your life, be happy. So English tipsന്റെ 3 കാര്യങ്ങളാണ്. ഇതൊക്കെയാണ്: ഒന്ന് വായിക്കുക, ഒന്ന് എഴുതുക, പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, സോ സ്റ്റാർട്ട് വിത്ത് പ്രാക്ടീസിങ്. എന്നാലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ,
എങ്ങനെയാണ് നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ ലെവൽ എന്ന് അറിയാൻ പറ്റും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ക്യാൻ ഗോ ടു റീഡിങ് ആൻഡ് ദെൻ യു ക്യാൻ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ യു ക്യാൻ റൈറ്റ് തിങ്സ് അബൌട്ട് യു ലവ് അബൌട്ട് ദിസ് ഡേ ഓർ നിങ്ങളെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ എല്ലാം ഇംഗ്ലീഷിൽ എഴുതാം. വിച്ച് ലാംഗ്വേജ് യു വാണ്ട് ടു ഇംപ്രൂവ് ആ ലാംഗ്വേജിൽ എഴുതാം. ഓക്കെ. ആൻഡ് വാച്ച് സീരീസ്, ഒരുപാട് സീരീസ് ഉണ്ട്, ഇംഗ്ലീഷ് സീരീസ്. യു ക്യാൻ വാച്ച് ദ സീരീസ്, യു ക്യാൻ ഇമിറ്റേറ്റ് ദാറ്റ് ഡയലോഗ് വിത്ത് ദ സെയിം കൈൻഡ് ഓഫ് തിങ്. ഓക്കെ. ചാൻഡലർ അറിയാലോ, ഫ്രണ്ട്സിലെ ചാൻഡലർ, കുഡ് ഇറ്റ് ബി എനി മോർ എന്ന് പറയില്ല. സോ അതുപോലത്തെ രീതിയിൽ നിങ്ങൾക്ക് യു ക്യാൻ മോക്ക് യുവർ സെൽഫ് ബിക്കോസ് ഇംഗ്ലീഷ് ഇസ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലാംഗ്വേജസ് ലൈക്ക് മലയാളം. മലയാളം പോലെ തന്നെ ബ്യൂട്ടിഫുൾ ലാംഗ്വേജാണ്. ഇറ്റ്സ് ഈസി ടു ലേൺ ദാൻ മലയാളം. മലയാളത്തെക്കാളും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. ആൻഡ് നെവർ എവർ ട്രാൻസ്ലേറ്റ് ടു ഇംഗ്ലീഷ് ദെൻ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ജസ്റ്റ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ. സ്പീക്കിംഗ് ഇസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ്, റീഡിംഗ് ഇസ് ദി നെക്സ്റ്റ് സ്റ്റെപ്പ്, റൈറ്റിംഗ് ഇസ് ദി തേർഡ് സ്റ്റെപ്പ്. ഏറ്റവും ലാസ്റ്റാണ് റൈറ്റിംഗ്. ബട്ട് സ്റ്റിൽ യു ക്യാൻ പ്രാക്ടീസ് ഇറ്റ് ഓൺ എ ഡെയിലി ബേസിസ്. ഇതൊക്കെ ചെയ്യുക. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കമൻറ്റ് ബിയോ. നമ്മുടെ PSC ക്ലാസ് ഉടനെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ലൈറ്റിംഗ് ആൻഡ് സ്റ്റാൻഡപ്പ് കമ്മിങ്. ഓക്കെ. ഫ്രൈഡേയോടെ റീച്ച് ആവും. അപ്പം നമുക്ക് കണ്ടിന്യൂസ് ക്ലാസ് വെക്കാം. 2 weeks മതി. 2 weeks കൊണ്ട് നമ്മൾ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് സോ ഐ നീഡ് യു സപ്പോർട്ട്. എന്തെങ്കിലും പുതിയ കണ്ടൻറ്റ്, ഇൻട്രസ്റ്റിംഗ് ആയ കണ്ടൻറ്റ് വേണമെങ്കിൽ പറയാം. സോ forgive, forget and live your life. Be happy. Bye-bye.